ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കാം. റീന രഹന പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 3:2 ആണ്. 3:2 ആണ്. വിത്ത് ക്യാപിറ്റൽസ് 5 lakhും 4 lakhും ആണ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, 5 lakhും 4 lakhും ആണ് വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% കൊടുക്കണം. ദെൻ റീന ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 2500 പെർ മന്ത്. റീനയ്ക്ക് എല്ലാ മാസവും 2500 രൂപ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 3 മാർക്കിന് 2019 ആ ഒരു സമയത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ എഴുതുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റും പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. വേറെ ഒന്നും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നാലും ഡ്രോയിങ്സ് ഒന്നും എഴുതില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റേ ഉള്ളൂ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് 1 lakh എന്ന് തന്നതുകൊണ്ട് 1 lakh നമ്മൾ ഇവിടേക്ക് എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കാം. ഫസ്റ്റ് എന്താ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതിൽ 2 പേരുണ്ട്. അപ്പൊ 2 പേരുടെയും പേര് തരം തിരിച്ചിട്ട് എഴുതണം. റീന, രഹന. എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? അവരുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 5%. അപ്പോ ക്യാപിറ്റൽ ഇവിടെ റീനയുടേത് 5 lakh ആണ്. റീനയുടെ ക്യാപിറ്റൽ 5 lakh വരുന്നത്. സോ 5 lakh ഇൻറ്റു 5/100 രഹനയുടേത് വരുന്നത്, രഹനയുടെ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 4 lakh ആണ് ക്യാപിറ്റൽ വരുന്നത്. അപ്പൊ 4 lakh ഇൻറ്റു 5/100 ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കിട്ടും 5 lakh ഇൻറ്റു 5/100 എത്ര കിട്ടും? 25,000 കിട്ടും. ദെൻ 4 lakh ഇൻറ്റു 5/100 ചെയ്യുമ്പോൾ 20,000 കിട്ടും. ഇതാണ് ഇവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതപ്പൊ നമുക്ക് ഇവിടേക്ക് എഴുതാം 25,000 ഉം 20,000 ഉം. സോ ടോട്ടൽ 45,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി അടുത്തത് എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് റീന ഈസ് ടു ബി പെയ്ഡ് എ സാലറി. എല്ലാ മാസവും റീനക്ക് സാലറി കൊടുക്കണം. റീനാസ് സാലറി. ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ എഴുതുള്ളൂ. ബാക്കി അവർക്ക് കിട്ടുന്നതെല്ലാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ അങ്ങനെ കിട്ടുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. അപ്പൊ റീന സാലറി എന്ന് പറയുമ്പോൾ 2500 രൂപ ഒരു മാസത്തേക്കാണ്. അതേ ഇൻറ്റു 12 ചെയ്യുമ്പോഴാണ് ഒരു വർഷത്തേക്കുള്ള സാലറി കിട്ടാം. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 30,000 കിട്ടും. സോ 30,000 ആണ് റീനയുടെ സാലറി. ഇതിൽ വേറെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഇൻ കേസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അത്ര എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ഇപ്പൊ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ളത് 1 lakh. അത് നമ്മൾ 2 സ്ഥലത്തും എഴുതി. ദെൻ ആ 1 lakh നിന്ന് എന്ത് ചെയ്യണം? ഈ ഒരു 45,000 ഉം 30,000 കൂടി കുറയ്ക്കാം. രണ്ടും കൂടി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 25,000 ആണ് ഡിഫറൻസ് കിട്ടുക. ഈ 25,000 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതണം കേട്ടോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് അതിൽ റീനക്ക് എത്ര കിട്ടും? റീന, രഹന എത്ര കിട്ടും എന്നുള്ളത് എഴുതണം. അപ്പൊ ഈ 25,000നെ അവരുടെ റേഷ്യോ ആയിട്ടുള്ള 3:2 അതായത് 25,000 ഇൻറ്റു 3/5 ഉം 25,000 ഇൻറ്റു 2/5 അതാണ് 3:2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 15,000 ആണ് റീനക്ക് കിട്ടാം, 10,000 ആണ് രഹനക്ക് കിട്ടാം. അപ്പൊ അത് ഇവിടേക്ക് എഴുതാം. 15,000 ഉം 10,000 ഉം. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ്. നമുക്ക് 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.